ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഈ കത്തുന്ന ചൂടിൽ ശരീരം ഒന്ന് തണുപ്പിക്കാൻ നല്ല ഫ്രഷായ ഒരു മാങ്ങ ജ്യൂസ് കുടിച്ചാലോ? പാലും മറ്റ് കൃത്രിമ ചേരുവകളും ഒന്നുമില്ലാതെ മാങ്ങയുടെ തനതായ രുചിയിൽ വെറും 2 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കാം. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഈ സ്പെഷ്യൽ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പറമ്പിലുണ്ടായ മാങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായി കട്ടാക്കി എടുക്കാം. അപ്പോൾ ചെറുതായി കട്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായി കട്ടാക്കി എടുക്കുന്നത്. അതിൽ നിന്ന് ഇത്ര ഞാനൊരു ബൗളോളം മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വെക്കാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കട്ടാക്കി വെച്ച മാങ്ങ ചേർത്തി കൊടുക്കാം. ഇനി നമ്മൾ പഞ്ചസാര ചേർക്കാതെയാണ് കേട്ടോ നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 3 ഈന്തപ്പഴം ചേർത്തി കൊടുക്കുകയാണ്, കുരുവൊക്കെ കളഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണോളം നമ്മുടെ പാൽപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. പാലിന് പകരമാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഐസ് വാട്ടർ കൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടായിരിക്കും കേട്ടോ. നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് കുറച്ചും കൂടിയും ഐസ് വാട്ടറും കൂടിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസ് വേണമെങ്കിൽ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മാങ്ങേൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ഈത്തപ്പഴവും അതുപോലെ തന്നെ പാൽപ്പൊടിയുടെയൊക്കെ അളവ് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നന്നായി നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി ആദ്യം നമ്മൾ എടുത്തു വെച്ച നമ്മുടെ മാങ്ങ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. നമ്മുടെ ജ്യൂസ് ഇങ്ങനെ കുടിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മാങ്ങ പീസ് ഉണ്ടായിരിക്കുമ്പോൾ. ഇനി നമുക്ക് അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ഞാൻ നമ്മുടെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അതുകൊണ്ട് ചേർത്തി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 4 ഗ്ലാസ് നമ്മൾ അത്യാവശ്യം സൈസുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളിത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റീനെ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈസി ആണല്ലോ, നമ്മുടെ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മാങ്ങ ജ്യൂസ് റെസിപ്പിയാണേ. ഈ ജ്യൂസ് പിന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ തൊലി കളഞ്ഞിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ പിന്നെ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടാനൊന്നും വിഷമിക്കണ്ട അല്ലേ. അപ്പോൾ നമ്മൾ മാങ്ങ വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ മാങ്ങ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചൂടത്തെ വീട്ടിലുള്ളവർക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഉറപ്പായും അവർക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള നാച്ചുറൽ റെസിപ്പികൾക്ക് ഇനിയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.